വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ആഴ്സണൽ മത്സരത്തെക്കുറിച്ചാണ്. അപ്പം മാച്ച് നടന്നിട്ടുള്ളത് എമിറേറ്റ്സിൽ വെച്ചിട്ടാണ്. അപ്പം ലീഗിൻ്റെ ഫസ്റ്റ് ഹാഫിൽ നടന്ന ആഴ്സണൽ വേഴ്സസ് മാൻ സിറ്റി മത്സരത്തെക്കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ആദ്യം ആഴ്സണൽ ഒരു ഗോൾ അടിക്കുന്നു, പിന്നീട് അവസാന നിമിഷത്തിൽ മാൻ സിറ്റി ഈക്വലൈസ് ചെയ്യുന്നു. എത്തിഹാദിൽ വെച്ച് നടന്നിട്ടുള്ള മാച്ചിൽ പിന്നീട് ഹാലൻഡിൻ്റെ ആ ഒരു കമൻറ്റ് നമ്മൾ കണ്ടതാണ്. സ്റ്റേ ഹംബിൾ എന്ന് ആൾ ആർട്ടറ്റനോട് പോയി പറയുന്നു. പിന്നീട് അത് ഭയങ്കര കോൺട്രവേഴ്ഷ്യലായിട്ട് മാറി. ആ ഒരു പറച്ചിലിന് ശേഷം, ഹാലൻഡിൻ്റെ ആ ഒരു കമൻറ്റിന് ശേഷം പിന്നീട് സിറ്റിൻ്റെ ഒരു ഡൗൺഫാളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ ഇതുവരെ കാണാത്തൊരു സിറ്റി, മത്സരങ്ങൾ തുടർച്ചയായിട്ട് തോൽക്കുന്ന സിറ്റി, ജയിക്കാൻ വിഷമിക്കുന്ന സിറ്റി, UCLൊക്കെ അന്തം കുന്തം ഇല്ലാതെ ആ ഒരു നെക്സ്റ്റ് റൗണ്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്ലേ ഓഫിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവസാന ദിവസം ക്ലബ് ബ്രൂഹിനോട് പിന്നിൽ പോയ ശേഷം പിന്നീട് തിരിച്ചു വന്ന് വിജയിക്കുന്ന ഒരു സിറ്റി. ഇങ്ങനൊരു സിറ്റിനെ ഈ അടുത്ത് കാണേണ്ടി വരുന്നൊന്നും നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ എനിവേ നമുക്കത് കാണാൻ പറ്റി. അപ്പോൾ എന്താ പറയുക, അങ്ങനെ നിൽക്കുന്നൊരു സിറ്റിനെ നമ്മൾ കണ്ടു. പതിയെ പതിയെ അവർ ട്രാക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ചെൽസിനെ തോൽപ്പിച്ച് കഴിഞ്ഞു. സോൾഡായിട്ടുള്ളൊരു വിക്ടറി ആയിരുന്നു അത് മാഞ്ചസ്റ്റർ സിറ്റിൻ്റെ സൈഡിൽ നിന്ന്. പക്ഷേ അപ്പോഴും സിറ്റി ടീമിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർക്ക് ആ ഒരു ടൈറ്റിൽ റേസിൽ ലിവർപൂളിന് കൃത്യമായിട്ടുള്ള പ്രഷർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അവർക്ക് വിജയിക്കണം. സിറ്റിനെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് 4 റേസിൽ സ്ഥിരമായിട്ട് നിലനിൽക്കണമെങ്കിൽ അവർക്ക് ആഴ്സണലിനെ തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു പ്രോപ്പർ റൈവൽറി ഉണ്ടല്ലോ. കാരണം ഇപ്പോൾ കഴിഞ്ഞ സീസണും അതിന് മുമ്പത്തെ സീസണൊക്കെ ആണെങ്കിലും ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന മാച്ചസൊക്കെ അത്യാവശ്യം ഹീറ്റഡ് ആയിരുന്നു. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോഴും നമുക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. അങ്ങനെ എക്സ്പെക്റ്റേഷനിൽ തുടങ്ങിയ ഒരു മാച്ചിൽ 2-ാം മിനിറ്റിൽ തന്നെ ഗോൾ വരുന്നുണ്ട്. അത് സിറ്റിൻ്റെ ഡിഫൻസീവ് എററാണ്. എനിക്ക് തോന്നുന്നു അവിടെ ആ ഒരു എറർ വരുന്ന അക്കാഞ്ചിയാണ്. അക്കാഞ്ചിൻ്റെ അടുത്ത് നിന്ന് ബോൾ പിടിച്ചെടുത്തതിൻ്റെ ശേഷം ഹാവർട്സ് ബോൾ നമ്മുടെ ഒഡേഗാർഡിന് കൈമാറുകയാണ്. ഒഡേഗാർഡ് അത് സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്യുന്നു. എന്നിട്ട് എന്താ പറയുക, മാച്ച് മുന്നോട്ട് പോകുന്നു. സിറ്റിയുടെ അറ്റാക്ക് നടത്തുന്നുണ്ട്. പക്ഷേ സോൾഡായിട്ടുള്ള അറ്റാക്സ് ഒരുപാട് ആഴ്സണൽ നടത്തുന്നുണ്ട്. ആഴ്സണലിൻ്റെ അറ്റാക്കിനൊക്കെ പ്രധാനമായിട്ടും വഴി തുറക്കുന്ന സംഗതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിൻ്റെ എറേഴ്സാണ്. മിഡ്ഫീൽഡിലാണെങ്കിലും ഡിഫൻസിലാണെങ്കിലും സിറ്റി മത്സരിച്ച് മിസ്പാസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കൊവാസിച്ചിൻ്റെ സൈഡിൽ നിന്ന് മിസ്പാസ് വരുന്നു, അതുപോലെ അക്കാഞ്ചിൻ്റെ സൈഡിൽ നിന്ന് മിസ്പാസ് വരുന്നു. അങ്ങനെ സർവ്വ മനുഷ്യന്മാരും മിസ്പാസുകൾ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ സിറ്റിൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ മത്സരം ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹാവർട്സിനൊരു അവസരം കിട്ടുന്നുണ്ട്. അത് കൊവാസിച്ചിൻ്റെ അടുത്ത് ബോൾ ഡെക്ലാൻ റൈസ് എടുത്തതിന് ശേഷം ആണ് ബോൾ അവിടെ ആരിലേക്ക് എത്തുന്നത്, ഹാവർട്സിലേക്ക് എത്തുന്നത്. ഹാവർട്സ് ആ ബോളൊന്ന് എടുത്ത് വെയിറ്റ് ചെയ്ത് സമയമൊക്കെ എടുത്തു. ആൾക്ക് ഗോളടിക്കാൻ വേണ്ടി ഓപ്പൺ പോസ്റ്റ് മുന്നിൽ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളത് പുറത്തേക്കാണ് അടിച്ചത്. അങ്ങനെ അത് ഭയങ്കര ലോഫബിളായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഞാൻ ആ മിസ്റ്റേക്ക് കണ്ട് കുറേ നേരം ചിരിച്ചു. ആൻഡ് ഫൈനലി അതൊക്കെ തിരുത്തുന്ന തരത്തിലുള്ളൊരു പെർഫോമൻസ് ഹാവർട്സ് നടത്തി. അതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ഓക്കെ, അങ്ങനെ 1-0 അവസാനിച്ച ആ ഒരു ഫസ്റ്റ് ഹാഫ് 2-ാം പകുതിയിലേക്ക് വരുന്ന സമയത്ത് ഹാലൻഡ് ഈക്വലൈസ് ചെയ്യാണ്. അത് രസമുള്ളൊരു പരിപാടിയായിപ്പോയി. കാരണം ഫസ്റ്റ് ഗോള് ആഴ്സണൽ അടിച്ചതിന് ശേഷം ഗബ്രിയേൽ പോയിട്ട് ഹാലൻഡിൻ്റെ അടുത്തൊക്കെ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഹാലൻഡ് അവിടെ ഗോള് തിരിച്ചടിക്കുന്നു. ഹാലൻഡ് ഓൾറെഡി മറ്റേ സ്റ്റേ ഹംബിൾ എന്ന ആ ഒരു കമൻറ്റൊക്കെ കഴിഞ്ഞ ലെഗിൽ നടത്തിയാണെന്ന് നമുക്കറിയാം. അപ്പം ഹാലൻഡ് ഗോൾ അടിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ന്യൂട്രൽ ഫാൻ എന്നുള്ള രീതിക്ക് കളി കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഹരം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഹാലൻഡ് ഒന്നുകൂടെ അടിക്കുമോ, അല്ലെങ്കിൽ ഹാലൻഡ് ഇന്ന് ആഴ്സണലിനെ ഹംബിളാക്കുമോ? അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും തീരുന്നില്ല. ട്വിസ്റ്റ് പിന്നെയും വരാൻ കിടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 2 മിനിറ്റിനകം തന്നെ തോമസ് പാർട്ടി തിരിച്ചടിക്കുന്നു. പാർട്ടി ബോൾ എടുത്ത് വന്ന ശേഷം ഒരു ഷോട്ട് അടിക്കുകയാണ്. അത് ജോൺ സ്റ്റോൺസിൻ്റെ ദേഹത്ത് തട്ടി ഡിഫ്ലക്റ്റ് ആയിട്ടാണ് പോസ്റ്റിലേക്ക് കയറുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്തൊക്കെ ഒർട്ടേക്കൊക്കെ കംപ്ലീറ്റ്ലി ഡൗൺ ആയിരുന്നു കേട്ടോ. അതും എടുത്തു പറയേണ്ടതാണ്. അപ്പം ആ ഒരു ഗോള് വന്നു. അപ്പം ആ ഒരു തോമസ് പാർട്ടിൻ്റെ ഗോളിലേക്ക് വഴി തെളിക്കുന്നത് എന്താണ്, ഡിഫൻസൊക്കെ ഇങ്ങനെ തുറന്നിട്ടേക്കാണ്, മിഡ്ഫീൽഡൊക്കെ തുറന്നിട്ടേക്കാണ്. പാർട്ടിക്ക് വേണമെങ്കിൽ ഒന്ന് ചായ കുടിച്ച് പോയി വന്നിട്ട് ആ ഷോട്ട് എടുക്കാം. അത്രയും സമയവും അത്രയും സ്പേസുമാണ് സിറ്റി അവിടെ ഓരോ പ്ലെയർക്കും, ഓരോ ആഴ്സണൽ പ്ലെയർക്കും തുറന്നിട്ട് കൊടുക്കുന്നത്. പിന്നെ ഗോൾ വന്നില്ലെങ്കിലാണ് അത്ഭുതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചെൽസിക്കെതിരെ കളിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ ചെൽസി അത് ക്യാപിറ്റലൈസ് ചെയ്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അങ്ങനെ 2-1 നിമിഷങ്ങൾക്കകം ആഴ്സണൽ പിന്നോട്ട് പോയി, സിറ്റി പിന്നോട്ട് പോയി ആ ഒരു ഈക്വലൈസറിന് ശേഷം. പിന്നീട് മത്സരം മുന്നോട്ട് പോകുമ്പം കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ആഴ്സണൽ ഡോമിനേഷൻ ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് സ്കെല്ലിൻ്റെ ഗോൾ വരികയാണ്. 17 വയസ്സുകാരനായിട്ടുള്ള ലൂയിസ് സ്കെല്ലി അവിടെ ആഴ്സണലിന് വേണ്ടി സ്കോർ ചെയ്യുകയാണ്. അതൊരു സൂപ്പർ ഗോളായിരുന്നു. ഡിഫൻസിൻ്റെ ഇടയിലേക്കാണ്ട് കയറി ചെന്ന് ആൾ ബ്രേവായിട്ടൊരു ഷോട്ട് എടുത്തു, അത് ഗോളായിട്ട് മാറി. അത് സൂപ്പർ ഗോളായിരുന്നു. സ്കെല്ലിനെ പോലത്തെ ഒരു യങ്സ്റ്റർ ക്ലബിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഗോള്, അതും സിറ്റിനെ പോലൊരു ടീമിനെതിരെ നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കത് നൽകുന്ന കോൺഫിഡൻസ് ഭയങ്കര വലുതാണ്. ഓൾറെഡി ആ ഒരു ലെഫ്റ്റ് ബാക്ക് റോള് ആൾ സൂപ്പർ പെർഫോമൻസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു ടൈമാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു വിജയവും ഇത്തരത്തിലുള്ളൊരു ഗോളും ആൾക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് ഭയങ്കര വലുതായിരിക്കും. ആൻഡ് പിന്നീട് ഗോളടിക്കുന്നത് ആരാണ്? ഹാവർട്സ് ആണ്. അപ്പം ഹാവർട്സിന് ഈ അടുത്തായിട്ട് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. എല്ലാവരെയും സൈലൻ്റ് ആക്കുന്ന തരത്തിലുള്ളൊരു ഗോളാണ് ഹാവർട്സ് നേടിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ ആളൊരു സിറ്റർ മിസ്സാക്കിയെങ്കിലും ഇത് ആൾ സൂപ്പറായിട്ട് ഫിനിഷ് ചെയ്തു. അടിപൊളി ഫിനിഷായിരുന്നു. ഹാവർട്സ് ആ ബോൾ എടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു 1.5 ഷോട്ടാണ് ആൾ സിറ്റിൻ്റെ പോസ്റ്റിലേക്ക് അടിക്കുന്നത്. അത് എന്താ പറയുക, ഒർട്ടേഗനെ കാഴ്ചക്കാരനായിട്ട് പോസ്റ്റിലേക്ക് കയറി. സൂപ്പർ ഗോളാണ് അവിടെ ആൾ നേടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരാ ഗോളടിക്കുന്നത്? പിന്നെ ഗോളടിക്കുന്നത് നമ്മുടെ ന്വാനേരിയാണ്. ന്വാനേരി എഗെയിൻ സബ്സ്റ്റിറ്റ്യൂട്ടായി വരുന്നു, ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. 93-ാം മിനിറ്റിലെങ്ങാനും ആ ഗോൾ നേടി. അങ്ങനെ 5-1 ഈ ആഴ്സണൽ മാഞ്ചസ്റ്റർ സിറ്റിനെ തല്ലി തകർത്ത് കത്തിച്ച് പണ്ടാറടക്കി വിടുന്നത് എമിറേറ്റ്സിൽ വെച്ചിട്ട്. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് വിക്ടറിയാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിക്ടറി പോലെ. അതായത് ഞങ്ങൾ എഴുതി തള്ളണ്ട, ഞങ്ങളിവിടെയൊക്കെ തന്നെ ഉണ്ട്, ഇനിയിപ്പം എങ്ങാനുള്ള പോയിൻ്റൊക്കെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പേടിക്കണം എന്നുള്ള തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നൽകുന്ന തരത്തിലുള്ള ഒരു വിക്ടറിയാണ് ഇത് ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം. അതായത് ഞങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്ന തരത്തിലുള്ള വിക്ടറി. പിന്നെ നോക്കുകയാണെങ്കിൽ പെർഫോമൻസസ്, ഡേവിഡ് റയ നടത്തിയ ചില സേവുകൾ മാച്ച് തിരിച്ചു എന്ന് തന്നെ പറയാം. ചില ക്രൂഷ്യൽ സേവുകൾ, എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് നമ്മുടെ ഗോർഡിയോളുടെ ഹെഡർ ആൾ സേവ് ചെയ്യുന്നുണ്ട്, ഗംഭീരമായിട്ട് സേവ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എടുത്തു പറയേണ്ടതാണ്. പിന്നെ വേറെയും കുറച്ച് സേവുകൾ ആൾ നടത്തുന്നുണ്ട്. പിന്നെ ഡിഫൻസിൻ്റെ പെർഫോമൻസ്, ആ ഒരു സ്കെല്ലി, ടിംബർ, ഗബ്രിയൽ ആൻഡ് സാലിബ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. പാർട്ടെ, ടെക്ലാൻ റൈസ്, ഒഡേഗാർഡ്, പിന്നെ ഫ്രണ്ട് ത്രീയിലേക്ക് വരുന്ന സമയത്ത് ട്രൊസാർഡ് ആണെങ്കിലും മാർട്ടിനെല്ലി ആണെങ്കിലും ആൻഡ് ഫൈനലി ഹാവർട്സ് ആണെങ്കിലും എല്ലാവരും നല്ല ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്. ബെഞ്ചിൽ നിന്ന് വന്ന ശേഷം എല്ലാവരും നല്ല കളി കളിക്കുന്നുണ്ട്. അതായത് എടുത്തു പറയേണ്ടത് ഇപ്പം ന്വാനേരി 83-ാം മിനിറ്റിൽ വന്നതാണ്. 93-ാം മിനിറ്റിൽ ആളൊരു കിടിലൻ ഗോളൊക്കെ അടിച്ചു. അപ്പം അങ്ങനെയൊക്കെയാണ് ആഴ്സണലിനെ കുറിച്ച് പറയുമ്പം ആസ് എ ടീം എന്നുള്ള രീതിയിൽ ടോപ്പ് ക്ലാസ് പെർഫോമൻസാണ് അവർ പുറത്തെടുത്തിട്ടുള്ളത്. ആർട്ടറ്റൻ്റെ ഒരു തന്ത്രവും തൻ്റെ ആശാനെതിരെ ഇന്ന് പാളിപ്പോയിട്ടില്ല. ആൾ പ്ലാൻ ചെയ്തതെല്ലാം ഗ്രൗണ്ടിൽ 100% വൃത്തിക്ക് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ആർട്ടറ്റ അവിടെ ആ ഒരു ക്രെഡിറ്റും അവിടെ അർഹിക്കുന്നുണ്ട്. പിന്നെ സിറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട ആവശ്യമില്ല. ഡിസാസ്റ്റർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജോൺസ് ആണെങ്കിലും കൊവാസിച്ച് ആണെങ്കിലും ഹാലൻഡ് ആണെങ്കിലും, ഇനിയിപ്പം സാവിഞ്ഞ ഒരു നല്ല ബോൾ കൊടുത്തു, ഹാലൻഡ് ഗോൾ അടിച്ചു. പക്ഷേ അത് പോരാ. സിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹാലൻഡ് ഇനിയും സ്കോർ ചെയ്യണം. പിന്നെ ഇപ്പം മർമൂഷിനാണെങ്കിലും നമ്മുടെ ന്യൂനസിനാണെങ്കിലും ആർക്കും നല്ലൊരു പെർഫോമൻസ് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ടോട്ടലി ഡിസാസ്റ്റർ ക്ലാസ് സിറ്റി. പെപ്പിൻ്റെ ഒക്കെ അവസ്ഥ എന്താണെന്ന് പടച്ചവനറിയാം. ഒന്ന് ട്രാക്കിലെത്തിയെന്ന് നമ്മൾ വിചാരിച്ചു, ഇതേ പോന്ന് 5-1 താഴോട്ട്. സോ സിറ്റി ക്രൈസിസിന് എങ്ങനെ കരകയറും? ഇന്നാണ് ട്രാൻസ്ഫർ വിൻഡോൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഇനി നിക്കോ ഗോൺസാലസിനെ കൊണ്ടുവരും എന്നുള്ളത് കണ്ടറിയണം. 60 മില്യണാണ് റിലീസ് ക്ലോസ്. 50 മില്യണിൻ്റെ ബിഡെങ്ങാനും സിറ്റി വെച്ചു തോന്നുന്നു, അല്ലെങ്കിൽ 50 മില്യൺ വെച്ച് നെഗോസിയേഷൻ നടത്തി. അത് പോർട്ടോ റിജക്റ്റ് ചെയ്തു. പിന്നെ 60 മില്യണായിട്ട് സ്വാഭാവികമായിട്ട് അവർ പോവും. അവർക്ക് എന്തായാലും നമ്പർ 6 അർജൻറ്റാണ്. നിക്കോ അവർക്ക് വേണം. നിക്കോനെ ഇപ്പോൾ അവർക്ക് കിട്ടുള്ളൂ. അവർക്ക് എന്തായാലും സുബ്മെൻറ്റിനെ പോലത്തെ പ്ലെയറിനൊന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല ഈ സമയത്ത്. അപ്പോൾ നിക്കോനെ കിട്ടുള്ളൂ. നിക്കോനെ എന്തായാലും സിറ്റിക്ക് വേണം. സോ ചെയ്യേണ്ടത് എന്താ? നിക്കോനെ പോയി സൈൻ ചെയ്യുക. 60 മില്യൺ കൊടുത്തിട്ട് 24 മില്യൺ ബാഴ്സൻ്റെ പോക്കറ്റിലിരിക്കുക. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.